ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പി എസ് സി ജേണിയുടെ എട്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. പക്ഷേ ഇന്നത്തെ വീഡിയോ കുറച്ച് താമസിച്ചു പോയി. സോറി ഫോർ ദാറ്റ്. അതുപോലെ തന്നെ റിവിഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. റിവിഷനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പും പല വീഡിയോസിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും പല ആളുകളും ഫെയിൽ ആവുന്നത് പി എസ് സിക്ക് വേണ്ടി പഠിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള വീഡിയോസിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിവിഷൻ സ്ട്രാറ്റജി കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് ആളുകൾ ഒരു സിലബസ് കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ എക്സാം ഹാളിൽ എല്ലാ കാര്യങ്ങളും മറന്നുപോകും. എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആൻസേഴ്സിൽ കൺഫ്യൂഷൻ വരിക. അതാണോ ഇതാണോ, ഇതാണോ അതാണോ, ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. കാരണം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരിക്കൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ബ്രെയിൻ മറന്നു പോകും. നിങ്ങൾ ഒരുപാട് തവണ റിവൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിന് നല്ല രീതിയിൽ അറിയാവുന്നത്. അതായിരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. 10 ബുക്കുകൾ നിങ്ങൾ എടുത്തു വെച്ചിട്ട് അതെല്ലാം കൂടി പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ബുക്ക് 10 പ്രാവശ്യം പഠിക്കുന്നതാണ്. ഈ ഒരു കോട്ട് നിങ്ങൾ ബ്രൂസ്ലിയുടെ ആയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളെക്കാളും ഒരു കാര്യം ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുന്ന ആളെ പേടിക്കണം, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ഒന്നുമല്ല പി എസ് സി. നിങ്ങൾക്ക് എത്രത്തോളം അറിവിൻ്റെ ആഴമുണ്ടെന്നുള്ളതല്ല. പക്ഷേ നിങ്ങളൊരു വല്ലാത്ത സിറ്റുവേഷനിൽ, അതായത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഒരു ചെറിയ പ്രഷറും ഒരു മാനസികാവസ്ഥയൊക്കെ നിങ്ങളുടെ വേറെയാണല്ലോ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ മെമ്മറി എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ടെസ്റ്റാണിത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പഠിക്കുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ഗോള്. നിങ്ങൾ പഠിച്ചതിൻ്റെ എത്ര ഭാഗം നിങ്ങളിൽ അവശേഷിക്കുന്നു, അതായിരിക്കണം നിങ്ങളുടെ ഗോളെന്ന് പറയുന്നത്. ഓക്കെ. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഓരോ കാര്യവും ഓർത്തെടുക്കാൻ പറ്റും, അതാണ് നിങ്ങളുടെ ഗോളെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഒന്ന് നമുക്കൊരു 3 ലെവൽ റിവിഷൻ സിസ്റ്റം വേണം എന്നുള്ളതാണ്. 3 ലെവൽ റിവിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ, ഒന്ന് ലെവൽ 1 ആണ് ഡെയിലി റിവിഷൻ എന്ന് പറയും. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ നമ്മളൊന്ന് ഓർത്തെടുക്കുക, റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോസിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ബ്രെയിൻ ഏകദേശം ഒരു 60-70% കാര്യങ്ങൾ, അന്ന് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഏകദേശം 30% കാര്യങ്ങളെ നമ്മൾ പഠിച്ചതിനകത്ത് ബ്രെയിനിൽ അവശേഷിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് റിവൈസ് ചെയ്തില്ലെങ്കിൽ ആ 30% അടുത്ത ദിവസം ആകുമ്പോൾ വീണ്ടും കുറഞ്ഞു വരികയേ ഉള്ളൂ. ഓക്കെ. ദെൻ നിങ്ങൾക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ വീണ്ടും ഒന്നുകൂടി അത് വായിച്ചു നോക്കാം. അത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി, നിങ്ങൾക്ക് ആ ഓർത്തെടുക്കാനുള്ള കഴിവിനെ കൂട്ടിത്തരും. രണ്ടാമത് ലെവൽ 2 ആണ് വീക്ക്ലി റിവിഷൻ എന്തായാലും വേണം. അതായത് നിങ്ങൾ ആ ആഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരാഴ്ച റിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഡേ ഒരു റിവിഷൻ ഡേ ആക്കി എടുക്കാം. ഞായറാഴ്ചകളെല്ലാം റിവിഷൻ ഡേ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അന്ന് പുതിയ ടോപ്പിക്കുകളൊന്നും പഠിക്കല്ലേ, കംപ്ലീറ്റ് റിവിഷൻ മാത്രം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ പോലും ആ ഒരു റിവിഷൻ സ്ട്രാറ്റജി നിങ്ങൾ മുടക്കാതിരിക്കുക. ഓക്കെ. ലെവൽ 3 എന്ന് പറയുന്നത് മന്ത്ലി റിവിഷനാണ്. എല്ലാ മാസവും നിങ്ങൾ പഠിച്ച ഫുൾ സിലബസ് ഒന്നുകൂടി കവർ ചെയ്യണം. നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടാവും ഒരു മാസം ആകുമ്പം, എങ്കിലും നിങ്ങൾ മന്ത്ലി ഒരു 2, 3, 4 ദിവസം എടുത്ത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് ഫുള്ള് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ന്യൂ ടോപ്പിക്കിലേക്ക് പോകാൻ പാടുള്ളൂ. ഇത് നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയെ ബിൽഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് റിവിഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്റ്റീവ് റിവിഷൻ. നിങ്ങൾ ജസ്റ്റ് പാസീവായിട്ട് ഇങ്ങനെ വായിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു വലിയ തെറ്റാണ് കുറേ വായിച്ചു കൂട്ടുക എന്നുള്ളത്, വലിയ തെറ്റാണ്. അതിന് പകരം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ട്, ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ബുക്ക് അടച്ചു വെച്ചതിന് ശേഷം നിങ്ങളുടെ കീ പോയിന്റ്സ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്കത് എഴുതി നോക്കുക. എഴുതാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങളുടെ ബ്രെയിന് മനസ്സിലാവുക ഇത് പഠിച്ചിരിക്കേണ്ട, ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളെ വീണ്ടും ഓർക്കാൻ വേണ്ടി സഹായിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂസിങ് ഫാക്ട്സ് വരും. ചിലപ്പോൾ ഒരേ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 പേരുകൾ, 2 സ്ഥലങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിരിക്കും.
അപ്പോൾ നിങ്ങൾ ഈ വലിയ ബുക്ക് എടുത്ത് വായിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ ഒരുപാട് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് A4 സൈസ് പേപ്പർ ആണെങ്കിൽ അത് 4 ആയിട്ട് കീറി ചെറിയ ഒരു പേജ് ആക്കിയിട്ട് അതിൽ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അതായത് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഫുൾ എഴുതി വെക്കുമെന്നല്ല, എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ചെറിയ നോട്ടുകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളുടെ നോട്ടുകൾ. സോ അതിൽ കീവേഡ്സ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ഡേറ്റുകളായിരിക്കും. പക്ഷേ എനിക്കത് കാണുമ്പോൾ മനസ്സിലാവും. ചില ഫാക്റ്റുകളായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും. സോ എക്സാമിന് മുമ്പ് ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോവാറുണ്ട്. കാരണം ചില ഫാക്റ്റുകൾ നമ്മൾ ശരിക്കും ഓർത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതായിരിക്കും നമ്മൾക്ക് മാർക്ക് കുറയ്ക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഒരു മാർക്കിന് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. ഒരു തെറ്റ് നിങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്കല്ല പോകുന്നത്, 1.25 മാർക്കാണ്. അതായത് ഒരു നെഗറ്റീവ് മാർക്കും നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റിൻ്റെ മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത്രയും റാങ്ക് നിങ്ങൾ പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത്. 1 മാർക്കിൽ തന്നെ നല്ലവണ്ണം റാങ്ക് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ജോലി കയ്യിൽ നിന്ന് പോകാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നാലാമതായിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഇല്ലാതെ റിവിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ആണ്. അതായത് നമ്മൾ റിവൈസ് ചെയ്യുന്നു, നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നു, ഓക്കെയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ റിവൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ആപ്ലിക്കബിൾ ആക്കുക എന്ന് പറയാൻ പറ്റില്ല. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. നിങ്ങളൊരു പാറ്റേൺസ് ഉണ്ടായിരിക്കും, അതാ മനസ്സിലാക്കുക. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മിസ്റ്റേക്സ് വരുത്തുന്ന ഏരിയ മാത്രം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് ഏരിയ ആണെന്ന് വിചാരിച്ച് ഒന്നും ഒഴിവാക്കരുത്. ഓക്കെ. എക്സാംസിൽ എപ്പോഴും കൺസെപ്റ്റുകളാണ് റിപ്പീറ്റ് ചെയ്യുന്ന, ക്വസ്റ്റ്യൻസ് അല്ല. സോ നിങ്ങളുടെ എൻറ്റയർ ടെക്സ്റ്റ് ബുക്ക് അല്ല അവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ഇനി 5th വൺ എന്ന് പറയുന്നത് റിവിഷൻ റൂളിനെ കുറിച്ചാണ്. എല്ലാ ടോപ്പിക്കുകളും, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും എക്സാമിന് മുമ്പായിട്ട് 5 തവണയെങ്കിലും റിവൈസ് ചെയ്യണം. ഓക്കെ. ആദ്യത്തെ തവണ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം. ഓക്കെ. രണ്ടാമത്തെ തവണയാകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓരോ തവണ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ പോയിന്റ് അവിടുന്ന് കിട്ടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു എന്തെങ്കിലും കാര്യം അവിടുന്ന് കിട്ടും. മാത്രമല്ല നിങ്ങളുടെ മെമ്മറി വീണ്ടും വീണ്ടും ഇത് പെട്ടെന്ന് റീകോൾ ചെയ്യാൻ തുടങ്ങും. സോ രണ്ടാമത്തെ തവണയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. മൂന്നാമത്തെ തവണയാകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവും. നാലാമത്തെ തവണയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന്, അതായത് സ്പീഡ് കൂടും, നിങ്ങളുടെ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ തവണയാകുമ്പോൾ നിങ്ങളത് നന്നായിട്ട് പഠിച്ചിരിക്കും. ഓക്കെ. സോ ഇതിനകത്ത് വരുന്ന കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിവിഷൻ എടുക്കാതെ നിങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങും. അതായത് കൂടുതൽ ടോപ്പിക്കുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോകും, റിവിഷൻ ഉണ്ടാവില്ല. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കും, മാർക്കർ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കും, പക്ഷെ ഒന്നും ഓർക്കത്തില്ല. നിങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് പകരം വീഡിയോസ് കാണും, അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാണും. നിങ്ങൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കാണാൻ പോകും കേട്ടോ. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നതും ഒരു വലിയ മിസ്റ്റേക്കാണ്. കാരണം വീക്ക് ഏരിയ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയല്ല വേണ്ടത്. ഓക്കെ. അതും ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ. PSCയിൽ നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്? ക്ലാസ് ടോപ്പറിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു എക്സാം ഒന്നും അല്ല PSC എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം റിമെമ്പർ ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങളൊരു ചെയ്യും എന്നുള്ളത് തന്നെയാണ് PSCയിൽ അവർ ചെക്ക് ചെയ്യുന്നത്. അത് PSCയിൽ നിന്ന് മാത്രമല്ല, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും നിങ്ങളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്, എത്ര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 2026 നിങ്ങളുടെ റാങ്ക് നിങ്ങൾ മനസ്സിൽ കാണുക. ആ റാങ്കിന് വേണ്ടി നിങ്ങളിപ്പോൾ പരിശ്രമിക്കുക. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം റിവൈസ് ചെയ്തു എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ നിങ്ങൾ റിവൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ റിവിഷൻ 2026 എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൂടി പറയാനുണ്ട്. ഇനി 2 ടോപ്പിക്കുകളാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ ഒരു 90 ഡേ പ്ലാനിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. PSC എക്സാമിന് മുമ്പ് ഒരു 90 ഡേയ്സ് പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.